ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ആദർശം ഞാനയും രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മുല്ലപ്പൂ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് മുല്ലപ്പൂവിൻ്റെ ഒരു കടയിലേക്ക് കയറിയിട്ട് ആദർശം ഞാനയും മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു കാറ് വരികയായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ സ്പീഡിൽ കാറ് വരികയായിരുന്നു. അപ്പോൾ കാറിൽ നിന്നും ആദർശിൻ്റെ അച്ഛൻ പറയാണ്, ദേ നോക്കി അതാരാന്ന്. അപ്പോഴാണ് ദേവയാനി കാണുന്നത് അവർ രണ്ടുപേരെയും. അപ്പോൾ ദേവയാനി പെട്ടെന്ന് വന്നിട്ട് പറയാണ്, ഒരു 5 മുഴം മുല്ലപ്പൂ. അവരുടെ ശബ്ദം കേട്ടാണ് ആദർശം നാനയും ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് അവർ കണ്ടത്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് ഒരു കള്ളച്ചിരിയോടുകൂടി, അമ്മ എന്താ ഈ സമയത്ത്? അപ്പോൾ അമ്മ പറയാണ്, എനിക്ക് ബാധ കയറിയിട്ട് അർദ്ധരാത്രിയിൽ ഇറങ്ങി നടന്നതാ. എന്തേ? അപ്പോൾ അച്ഛൻ വന്നിട്ട് പറയാണ്, ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് പോയത് നീ അറിഞ്ഞില്ലായിരുന്നോ മോനെ? ഇല്ല. ഓ, ഞങ്ങൾ കയറി ഉറങ്ങിയെന്ന് കരുതിയിട്ടായിരിക്കും ഭാര്യയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയത് അല്ലേ? അച്ഛാ, രാത്രിയായപ്പോൾ ഇവള് പറഞ്ഞ് ഒന്ന് പുറത്തേക്ക് പോകണമെന്ന്. അപ്പം നാന പറയാണ്, ഞാനെപ്പോൾ പറഞ്ഞു? ആദർശേട്ടനല്ലേ എന്നോട് പുറത്തു പോകുക എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി വന്നത്. അപ്പോൾ അച്ഛൻ പറയാണ്, മോള് പറഞ്ഞതാ സത്യം എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിനെന്താ കുഴപ്പം? ഭാര്യയ്ക്കും ഭർത്താവിനും എപ്പം വേണമെങ്കിലും പുറത്തു പോകാമല്ലോ. ഇപ്പം ഇതേ ഈ പ്രായത്തിലും സിനിമയ്ക്ക് പോകണമെന്ന് ഇയാൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇയാളെയും കൂട്ടി ഞാൻ സിനിമയ്ക്ക് പോയത്. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര വിലക്ക്? എടാ, ഇടയ്ക്ക് സിനിമ കാണാനൊക്കെ മോളെയും കൂട്ടി പോകണം. അതൊക്കെ ഒരു രസമല്ലേ? ഈ സമയത്ത് അടിച്ച് പൊളിക്കണം. എന്നാലേ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് നമുക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാനൊക്കെ പറ്റൂ. അപ്പോൾ ദേവയാനി പറയാണ്, എന്നാലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. അത് അമ്മേ എന്ന് പറയാണ് ആദർശ്. അപ്പോൾ അച്ഛൻ പറയാണ്, അതിന് നമ്മളോട് എങ്ങനെയാണ് പറയുക? അതിനു മുമ്പേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ലേ? അതിന് ഇവനെന്നെ വിളിക്കാലോ. അപ്പം അച്ഛൻ പറയാണ്, അങ്ങനെ എന്തിനും ഏതിനും വിളിക്കാൻ ഇവരൊരു കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അച്ഛാ, ഏത് ഫിലിമാണ് കണ്ടത്? ഒരു തമിഴ് പടമാണടാ, ആക്ഷൻ പടം. അങ്ങനത്തെ പടമല്ലേ ഇയാൾ കാണത്തുള്ളൂ? അതായത് നിൻ്റെ അമ്മ അക്രമാസക്തിയല്ലേ എപ്പോഴും? ഞാനങ്ങനെ അക്രമാസക്തിയൊന്നുമല്ല. വഴക്ക് ഇടേണ്ടവരോടെ ഞാൻ വഴക്കിടാറുള്ളൂ. അപ്പം അച്ഛൻ പറയാണ്, വഴക്കിടാൻ പാടില്ലാത്തവരോടും വഴക്കിടുന്നുണ്ട്. ഇതാ ചേച്ചി, എത്രയായി? 250. ആദർശ് പൈസ കൊടുക്കാനായി പോവാണ്. അപ്പോൾ ദേവയാനി പറയാണ്, വേണ്ട, എൻ്റെ പൈസ കൊടുക്കാൻ എൻ്റെ ഭർത്താവ് കൂടെയുണ്ട്. എൻ്റെ പൈസ ജയേട്ടൻ കൊടുത്തോളൂ. അപ്പോൾ അച്ഛൻ പറയാണ്, ദേ ഇവനാണ് നമ്മുടെ കമ്പനിയുടെ MD. അവൻ കാശുകാരനാ, അവൻ കൊടുക്കട്ടെ. വേണ്ട, ജയേട്ടൻ കൊടുത്താൽ മതി. എന്നാൽ പിന്നെ ഞാൻ കൊടുത്തോളാം, നിങ്ങൾ വിട്ടോ. എന്നാൽ ശരി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോകാനൊരുങ്ങുകയാണ്. അപ്പോൾ ദേവയാനി പിടിച്ചു വെച്ചിട്ട് പറയാണ്, എടാ നീ ബൈക്കിലാണോ വന്നത്? അതെ. അപ്പോൾ അച്ഛൻ, ഈ പ്രായത്തിൽ ബൈക്കിൽ ചുറ്റുന്നതല്ലേ നല്ലത്. ഭർത്താവിനെ മുട്ടി ഒരുമി ഇരുന്ന് യാത്ര ചെയ്യാനാണ് മിക്ക പെൺകുട്ടികൾക്കും ആഗ്രഹം. അപ്പം നയന തിരിച്ചു കുത്തുകയാണ്, ആദർശേട്ടനാ ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞത്. എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരു വഴിക്കേക്ക് പോയി. നീ പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത് എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ എന്നെ സപ്പോർട്ട് ചെയ്യാതിരുന്നേ? അതല്ലേ സത്യം. അമ്മയെ കാണുമ്പോൾ എന്നെ പ്രതിയാക്കണോ? ആ, അമ്മയും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ഏതായാലും നീ കയറി, അച്ഛനുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ദേവയാനിയോട് അവരുടെ ഹസ്ബൻഡ് ജയേട്ടൻ പറയാണ്, എന്തായാലും കടക്കാരിക്ക് ഭാഗ്യമുണ്ട്. ആദർശമുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയാണ് നീ 5 മുഴം വാങ്ങിയത്. ദേഷ്യത്തോടെ ദേവയാനി നീങ്ങാണ്. അപ്പോൾ അച്ഛൻ കൈകൊണ്ട് തടഞ്ഞിട്ട് പറയാണ്, ആദർശ് താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ ദേവയാനി. സോറി നയനമോള്, അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണ്ടേ? താൻ ഈ പ്രായത്തിലും എന്നോടൊപ്പം ചുറ്റുന്നുണ്ട്. അപ്പോൾ മരുമോൾക്ക് എന്താ അതൊക്കെ നിഷേധിക്കുന്നത്? അവൾ എൻ്റെ മരുമോളല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ സത്യം അതല്ലല്ലോ. അപ്പോൾ ദേവയാനി, സത്യം എന്തായാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആദർശം നാനയെ പോകുന്ന വഴിയിൽ ഒരിടത്ത് വണ്ടി നിർത്തുകയാണ്. അപ്പോൾ നാനയെ ചോദിക്കുകയാണ്, എന്താ ആദർശേട്ടാ, എന്താ ഇവിടെ നിർത്തിയത്? അപ്പോൾ നാനയോട് ആദർശ് പറയാണ്, എന്തായാലും കണ്ടു, ഇനിയിപ്പോൾ ആ ചടങ്ങ് നടത്തിയേക്കാം. എന്ത് ചടങ്ങ്? മുല്ലപ്പൂ ഉണ്ടല്ലോ, അത് ഭാര്യയുടെ തലയിൽ ചൂടുന്ന ചടങ്ങ്. അതൊന്നും ഇപ്പം വേണ്ട ആദർശേട്ടാ. നാളെ രാവിലെ ഞാൻ തലയിൽ വെച്ചോളാം. അതൊന്നും പറ്റില്ല. ഇപ്പം തന്നെ തലയിൽ വെക്കണം. ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് നിൻ്റെ തലയിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. അപ്പോഴാണ് ആ വഴിക്ക് ദേവയാനിയും അതായത് അവരുടെ ഹസ്ബൻഡും വന്നത്. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് അവർ ചോദിക്കുകയാണ്, ജയേട്ടൻ ചോദിക്കുകയാണ് ദേവയാനിയോട്, പരിസരബോധമില്ലാതെ നിൻ്റെ മോൻ ചെയ്യുന്നത് കണ്ടോ? ഇതിപ്പോൾ ഇവിടുന്ന് ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവരിപ്പോൾ ഈ വഴിക്ക് വരുമെന്ന് അറിയത്തില്ലായിരുന്നോ?
ഈ എന്തായാലും കണ്ടു. ഇനിയിപ്പോൾ ഇതും കൂടി ആയിക്കോട്ടെ. നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. അമ്മ നമ്മളെ കാത്തിരിക്കും. എൻജോയ് ചെയ്യാനാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അമ്മ നമ്മളെ കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര വൈകിയാലും കുഴപ്പമൊന്നുമില്ല. ആർക്ക് കുഴപ്പമില്ലാന്ന്? എല്ലാം എൻ്റെ തലയിൽ വെച്ച് രക്ഷപ്പെടാനല്ലേ ആദർശേട്ടൻ കളിക്കുന്നത്. ആ സമയത്ത് ഭർത്താവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കള്ളം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റൂല. അമ്മയായാലും ഭാര്യയായാലും തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് വെച്ചാൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് തെറ്റ് ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കാനും തെറ്റ് ചെയ്യാത്തവർക്കൊപ്പം നിൽക്കാനും എൻ്റെ ഇടം വേണം. ആദർശേട്ടന് അതില്ല. എന്നാലേ നീ വണ്ടി കയറും. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു കടന്നിട്ടേ ഉള്ളൂ, ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ വാതിലിന് ആരോ തട്ടുകയാണ്. അവൾ കട്ടിലിൽ ഇരുന്നിട്ട് തന്നെ ചോദിക്കുകയാണ്, ആരാ? വേറെ ആരുമല്ല, അനിയായിരുന്നു. അപ്പോൾ അവൾ കതക് തുറന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അനി? അത് പിന്നെ ഉറക്കം വന്നില്ല. അപ്പോൾ നന്ദുവിനെ ഒന്ന് കാണണമെന്ന് തോന്നി. നന്ദു ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു. അല്ല, അനി എന്താ ഈ സമയത്ത് വന്നത്? അനിക്കെന്താ പറ്റിയത്? നമുക്കെന്തെങ്കിലും സംസാരിച്ചിരുന്നാലോ? താനൊന്ന് പുറത്തേക്ക് വരുമോ? ഇല്ല, ഈ സമയത്ത് നമ്മൾ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് ശരിയല്ല. എടോ, ഞാനാകെ വിഷമത്തിലാണ്. നന്ദുവിൻ്റെ തുറന്ന് പറയച്ചലിന് ശേഷം ഞാൻ അനാമികയുമായിട്ട് അടുക്കാൻ ശ്രമിച്ചതാ. എനിക്കെന്തോ അവളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കല്യാണ ദിവസം എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. എന്തൊക്കെയാ അനി പറയുന്നേ? ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത്? എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ എന്നെ കൊന്നുകൊണ്ടിരിക്കുക. നമ്മളുടെ സൗഹൃദത്തെ ഈ രീതിയിൽ വഷളാക്കിയത് ഞാനാണെന്ന അവരുടെയൊക്കെ ചിന്ത. അനിയുടെ മനസ്സിൽ ഇങ്ങനെയൊരു തോന്നലുണ്ടായത് എൻ്റെ തെറ്റാണോ? അല്ല, എൻ്റെ മാത്രം തെറ്റാ. നമ്മൾ തമ്മിലുള്ള സൗഹൃദം അങ്ങനെ തന്നെ നിലനിൽക്കണം. എന്നാൽ ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയെ ഭാര്യയാക്കുന്നത് ആർക്കായാലും പ്രയാസമുള്ളൊരു കാര്യമാണ്. അതൊന്നും എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അനിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. അവരോടായിരുന്നു അനി ഇതൊക്കെ പറയേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ ഏതായാലും അതിനുള്ള സമയമില്ല. എല്ലാവരും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലല്ലോ വിവാഹം കഴിക്കുന്നത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. അപ്പോൾ അനി പറയാണ്, എവിടെ ശരിയാവാൻ? ഇപ്പോൾ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. കല്യാണം കഴിക്കാനുള്ള പ്രായം ആയില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞതാ. ഇതൊക്കെ കേൾക്കുന്ന, അതായത് അനിയുടെ അമ്മ കഥകിൻ്റെ അടുത്ത് വന്നു നിന്നിട്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. എന്തോ ഇവിടെ ആരും അത് കണക്കിലെടുക്കുന്നില്ല. എല്ലാം എൻ്റെ തലവിധി. അപ്പോൾ അവൾ പറയാണ്, അനി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനിയിപ്പോൾ കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ല. എൻ്റെ കാര്യങ്ങളിൽ തീരുമാനം എടുത്തിരുന്നത് ആദർശേട്ടനാണ്. ആ ആദർശേട്ടൻ പോലും ഇവിടെ എന്നെ കൈവിട്ട് കളഞ്ഞു. അതാ കുഴപ്പമായത്. അപ്പോൾ അവൾ പറയാണ്, അനിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയേ ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ നിലകൊള്ളും. അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം ഉറപ്പാ, മരിച്ച അവസ്ഥയിലായിരിക്കും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. എടോ, അത്രയ്ക്ക് എനിക്ക് ഈ കല്യാണത്തോട് എതിർപ്പുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ കൂടെ വെറുതെ വിഷമിപ്പിക്കാതെ അനി കല്യാണത്തിലുള്ള കാര്യങ്ങൾ നോക്ക്. ഏതായാലും എനിക്ക് ഉറക്കം വരുന്നു. അനി പോകാൻ നോക്ക്. അങ്ങനെ അനി പുറത്തിറങ്ങി. അപ്പോൾ അവനെ പുറത്താക്കിയിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു. അത്രയും കേട്ടപ്പോൾ അമ്മയും അവിടെ നിന്ന് പോയി. അങ്ങനെ ആദർശിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലെത്തി. അപ്പോൾ അവർ പുറത്ത് തന്നെ ഇരുന്നിട്ടാണുള്ളത്, അവൻ്റെ അമ്മ. അപ്പോൾ അച്ഛൻ വന്ന് പറയാണ്, എടോ, താൻ ഇനിയും അവരെ കാത്തു നിൽക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇത്രയൊക്കെ ആയിട്ടും മോനിക്കും മരുമകൾക്കും താൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലല്ലോ. എന്നാലും എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ അവൻ പുറത്തേക്ക് പോകുന്ന കാര്യം. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. നമ്മൾ പുറത്തോട്ട് പോകുന്ന കാര്യം അവരോട് പറഞ്ഞോ? ചേട്ടാ, നമ്മൾ അവൻ്റെ അച്ഛനും അമ്മയല്ലേ, പിന്നെ നമ്മളെന്തിനാ അവരോട് പറയുന്നേ? പക്ഷേ അവൻ നമ്മളോട് പറയണ്ടേ? എൻ്റെ ദേവയാനി, ഇന്നത്തെ കാലത്ത് വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഒരു കാരണവും ഇല്ലാതെ അച്ഛനമ്മമാരെ തള്ളിക്കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ആ സമയത്ത് തന്നെ പോലൊരു അമ്മയെ മക്കളും മരുമക്കളൊക്കെ മാറ്റി നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഓ, അപ്പം അങ്ങനെ വേണം എന്നാണോ ജേട്ടൻ ഇപ്പം പറയുന്നേ? താനെപ്പോഴും പറയായിരുന്നല്ലോ നമുക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നാണ് നയനമോളെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് എന്ന്. എന്നാൽ കേട്ടോ, കാലം മാറുന്നതിനനുസരിച്ച് പെൺകുട്ടികൾ അവർക്ക് അങ്ങോട്ടെന്തെങ്കിലും കൊടുത്ത് കൂട്ടിക്കൊണ്ട് വരേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല. നല്ല പെൺകുട്ടികൾക്ക് ഒരുവിധമുള്ള പയ്യന്മാരൊന്നും വേണ്ട.
പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് താൻ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ അവരത് വലിയ സംഭവമാക്കും. എന്നാൽ ലോകത്തുള്ള 90% മാതാപിതാക്കളും മക്കൾ നന്നായി ജീവിക്കട്ടെ എന്ന് കരുതി സ്വയം ഒഴിഞ്ഞു കൊടുക്കുന്നവരാ. അത് മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ കേസിനൊന്നും പോകുന്നവരല്ല, അവരെ കോടതി കയറ്റാൻ ആഗ്രഹിക്കുന്നവരുമല്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സഹിക്കുന്നവരാ, എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്നവരാ വാർദ്ധക്യത്തിൽ ഉള്ള മാതാപിതാക്കൾ. ഇതൊക്കെ എന്തിനാ ജയേട്ടൻ ഇപ്പോൾ പറയുന്നത്? അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന മരുമകളെയാ നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് അത് മനസ്സിലാക്കാതെ പലപ്പോഴും താൻ നയനമോളെ ക്രൂശിക്കുക. അവളുടെ പ്രായത്തിൽ തനിക്ക് പുറത്തു പോകാനോ സിനിമ കാണാനോ ഒന്നിനും ആരും ഒരു തടസ്സമായിരുന്നില്ല. രാത്രി 10 മണിക്ക് മുമ്പ് വീട്ടിൽ വരണം, അങ്ങനെയേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ അതും ഇല്ല. പിന്നെ മരുമോൾക്ക് ഇതൊക്കെ നിഷേധിക്കേണ്ട കാര്യം എന്താ? ആൺമക്കൾക്ക് എന്നും 10 വയസ്സാണെന്ന് ചിന്തിക്കുന്ന അമ്മമാർക്ക് പറ്റുന്ന കുഴപ്പമാണിത്. ഇനി നമ്മളെ മോൻ പ്രതികരിച്ചു തുടങ്ങും. അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ നോക്കുക നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ അർത്ഥത്തിലും നല്ലൊരു മരുമോളെ കിട്ടിക്കഴിഞ്ഞാൽ അമ്മായി അമ്മ അതിനേക്കാൾ നല്ലതായി. അതുപോലെ തന്നെയാണ് മരുമക്കളുടെയും കാര്യം. അമ്മായി അമ്മ നല്ലതാണെങ്കിൽ അവരുടെ കുറ്റം കണ്ടുപിടിക്കലായിരിക്കും മരുമക്കളുടെ ജോലി. ഇത് രണ്ടുമില്ലാതെ സങ്കുലിതമായ കുടുംബങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ കുറവാണ്. അത് താൻ മനസ്സിലാക്കിയാൽ കൊള്ളാം. പിന്നെ ആദർശും നയനയും പുറത്ത് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നന്ദു ഉറങ്ങിയിട്ടില്ല. അവളുടെ കതകിന് വീണ്ടും ആരോ മുട്ടുന്നുണ്ട്. അവൾ ഞെട്ടലോടെ പോയി തുറക്കുകയാണ്. അത് മറ്റാരുമല്ല, അനിയുടെ അമ്മയാണ്. അവൾ അവരെ നോക്കി ചിരിക്കുകയാണ്. പക്ഷെ അവർ ചിരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ആൻറ്റി ആയിരുന്നോ? മോൾ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങായിരുന്നു. അല്ല, എന്നിട്ട് പെട്ടെന്ന് വാതിൽ തുറന്നല്ലോ. നേരത്തെ അനി മോളുമായിട്ട് എന്തോ സംസാരിക്കുന്നത് കണ്ടല്ലോ. എന്താ സംസാരിച്ചത് എന്ന് കേട്ടില്ല. എങ്കിലും നിങ്ങൾ സുഹൃത്തുക്കളല്ലേ? അവൻ എന്താ പറഞ്ഞത് നിന്നോട്? അത് പിന്നെ എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് പെട്ടെന്ന് കല്യാണം നടക്കുന്നതിൽ. ആ വിഷമങ്ങളൊക്കെ കല്യാണം കഴിയുന്നതോടെ മാറത്തില്ലേ മോളെ? അവൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് മോളെന്താ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തത്? ഞാൻ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല നയനേച്ചിയും. പക്ഷേ അനാമികയുടെ ക്യാരക്ടറുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്നാണ് അനി പറയുന്നത്. ഈ ലോകത്ത് എല്ലാ ആണും പെണ്ണും എല്ലാ പൊരുത്തവും ഒത്തിട്ടാണോ വിവാഹം കഴിക്കുന്നത്? അമ്പലത്തിലെ പൂജാരി കൃത്യമായിട്ട് അവരുടെ ജാതക പരിശോധന നടത്തിയതാണ്. എന്നിട്ട് കല്യാണം നടത്തിക്കൊള്ളാനാണ് പറഞ്ഞത്. അതേപ്പറ്റിയൊക്കെ ഞാൻ അനിയോട് പറഞ്ഞിരുന്നു. സാരമില്ല, ആൻറ്റി പറഞ്ഞതുപോലെ കല്യാണം കഴിയുന്നതോടെ എല്ലാം ശരിയായിക്കോളും. അതുതന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. എങ്കിലും നാളെ നേരം വെളുക്കുമ്പോൾ മോള് അനിയെ കാര്യമായിട്ട് ഒന്ന് ഉപദേശിക്കണം. അതുപോലെ തന്നെ അവൻ്റെ വിഷമങ്ങളൊക്കെ മാറ്റി അവനെ ഒന്ന് ഉഷാറാക്കിയെടുക്കണം. വേണമെങ്കിൽ മറ്റ് ഫ്രണ്ട്സിനെയും വിളിച്ചോ. അവരൊക്കെ കല്യാണത്തിനന്ന് രാവിലെ അനിയെ ഒരുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനാമിക മോള് നല്ലൊരു കൊച്ചാ. എനിക്കുറപ്പാ അവൾ വന്നു കഴിഞ്ഞാൽ നയനയുമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകുമെന്ന്. ഇത്തിരി എടുത്തുചാട്ടമുണ്ട്, പക്ഷേ എന്നാലും ആ കുട്ടിയുടെ ഉള്ള ശുദ്ധ. അതുകൊണ്ടാണ് ഒന്നും മനസ്സിൽ വെക്കാതെ സംസാരിക്കുന്നത്. എന്തായാലും മോള് അനിയെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. അതൊക്കെ കേട്ടപ്പോൾ നന്ദുവിന് കരച്ചിലാണ് വന്നത്. അതായത് നമ്മളെ ആദർശം നയനയും വരികയാണ്. അപ്പോൾ നന്ദു പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ആഹാ നന്ദു ഉറങ്ങിയില്ലേ? എന്താ മോളെ ഇവിടെ ഇരിക്കുന്നേ? എന്തോ ഉറക്കം വന്നില്ല ചേച്ചി. അപ്പോൾ ആദർശ് പറയാണ്, വീട് മാറിക്കിടന്നതിൻ്റെ ആയിരിക്കും. ആണെന്നാ തോന്നുന്നേ. എന്നാൽ പിന്നെ നമുക്ക് പുറത്തു പോയപ്പോൾ നന്ദുവിനെ കൂടെ കൂട്ടാമായിരുന്നു. അതിന് ഇവൾ ഉറങ്ങിയില്ല എന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. പക്ഷെ പറയാണ്, നന്ദുവിന് എന്ത് പറ്റി? ആകെ ഡെസ്പാണല്ലോ. എല്ലാം തുറന്നു പറയുന്നത് ഈ ചേച്ചിയോടല്ലേ? എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞൂടെ? എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ദേ ഇപ്പോഴും ഏട്ടനുമുണ്ട്. അതെ, രണ്ടുപേരും പുറത്തു പോയത് ആദർശേട്ടൻ്റെ അമ്മ അറിഞ്ഞായിരുന്നു. ആദർശ് പറയാണ്, അറിഞ്ഞു എന്ന് മാത്രമല്ല നമ്മളെ വഴിയിൽ വെച്ച് കാണുകയും ചെയ്തു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ പ്രായത്തിൽ ചുറ്റടിക്കാം, പിന്നെ ഞങ്ങൾക്കാണോ പറ്റാത്തത്? എങ്കിലും അമ്മയും മോനും ഭയങ്കര പേടിയാ ഞാനാ പറയാ. അപ്പോൾ ആദർശ്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അതുകൊണ്ടല്ലേ നമ്മൾ വീണ്ടും കറങ്ങാൻ പോയത്. എന്നാലേ നിങ്ങൾ സംസാരിക്കേ. നന്ദുവിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ ചോദിച്ച് മനസ്സിലാക്ക്, നാനയോട് പറയാം. നന്ദു നാനയോട് പറയാണ്, ഇപ്പോൾ ആദർശേട്ടന് നല്ലൊരു സ്നേഹമാണല്ലേ ചേച്ചിയോട്? അതെ, എങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മളെ ദാമ്പത്യം മാറിയിട്ടില്ല. അല്ല, നീ എന്താ ഉറങ്ങാതിരുന്നേ? അത് പിന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നതാ. അപ്പോൾ ഡോറിലാരോ മുട്ടി വിളിച്ചു.
തുറന്നു നോക്കിയപ്പോൾ അനിയായിരുന്നു. എന്തിനാ അവൻ വന്നേ? കിടന്നിട്ട് അനിക്ക് ഉറക്കം വരുന്നില്ല എന്നാ പറഞ്ഞേ. മോളെ, ഇപ്പോൾ അനിയോട് പറയേണ്ടതെല്ലാം നീ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ്റെ മനസ്സ് ഒരു കാരണവശാലും മാറരുത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇതുവരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. എന്തായാലും ഞാനായിട്ട് ഒന്നിനും പോകുന്നില്ല ചേച്ചി. അതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ തലേ ദിവസം വരാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ചേച്ചി നേരത്തെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ മറ്റാർക്കും ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. നന്ദു ഇപ്പം ഇങ്ങോട്ട് വന്ന് ഷെയ്ത്താനും കടലിലും നടുക്ക് ആയതുപോലെയായി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.